ഹായ് മക്കളെ, എന്നെ കുറച്ച് നേരം മുമ്പ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് അവൾ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമ്മുടെ നീറ്റ് റിപ്പീറ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം അതുപോലെ ഒത്തിരി കോളുകൾ എനിക്ക് വരാറുണ്ട്. അവരോടൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്, നന്നായി പഠിക്കണം, മെയ് 15 വരെ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല, നന്നായി പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴും അവൾ വിളിച്ചത് മെയിനായിട്ട് അതിനായിരുന്നില്ല. അവൾ താങ്ക്സ് പറയാനാണ്. കാരണം എന്താ വെച്ചാൽ അവൾ ഫുൾ സ്കോളർഷിപ്പിലാണ്. +1 PCBക്ക് ഫുൾ മാർക്ക് ഉള്ളതുകൊണ്ട് ഫീസൊന്നും ഇല്ലാതാണ് എന്ത് ചെയ്യുന്നത്, അവളിവിടെ പഠിക്കുന്നത്. ഫീസൊന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അച്ഛൻ ഓൾമോസ്റ്റ് കരയാറായി എന്നൊക്കെ പറഞ്ഞു. എന്നും മാത്രമല്ല, ഇന്നലെ രാത്രി അവൾ ജീവിതത്തിൽ ആദ്യമായിട്ട് KFC കഴിച്ചു. അച്ഛൻ വാങ്ങിക്കൊടുത്തു. ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്കെൻ്റെ അന്നത്തെ A-ട്രിപ്പിൾ ഇന്നത്തെ JEE റിസൾട്ട് വന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കും. എൻ്റെ ഉപ്പയും അത്യാവശ്യം റഫ് മനുഷ്യൻ, അധികം സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കാത്ത ആളാണ്. ഒരുവിധം എല്ലാ അച്ഛന്മാരും അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പം എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഉപ്പ കെട്ടിപ്പിടിച്ച അന്ന ആ ഒരു A-ട്രിപ്പിളിൽ നല്ല റാങ്ക് ഉണ്ട്, NIT എന്തായാലും സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ. ആൻഡ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് KFC ഒന്നല്ല, ഫലൂദ കഴിച്ചതും എന്താ പറയുക, പിന്നെ ഈ NIT അഡ്മിഷന് പോകുന്ന സമയത്ത് കോഴിക്കോടുള്ള ഒരു കൂൾ ബാറിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് ഓർമ്മ വന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയുന്നത് വെച്ചാൽ ഇപ്പം അവളൊരു ഒരു വാരിയർ, ഒരു യോദ്ധാവിനെ പോലെയൊക്കെയാണ് വീട്ടിൽ ഇന്നലെ മുതലുള്ള പരിഗണന എന്നാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ പറഞ്ഞാൽ ഈ റിപ്പീറ്റർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ആൻഡ് നിങ്ങളെ പാരൻസ് എത്രമാത്രം റിച്ച് ആണെങ്കിൽ കൂടി അവർ ഈ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. ആൻഡ് മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സുമാണ് നിങ്ങളതെങ്കിൽ ഉറപ്പായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെടണം നിങ്ങളെ റിപ്പീറ്റിന് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ആൻഡ് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങളെ പാരൻസ് എന്തായിരിക്കും, ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം നല്ല ടെൻഷനിലായിരിക്കും അല്ലേ, ആ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അവിടെയാണ് എന്ത് ചെയ്തത്, ഒറ്റയടിക്ക് ഏകദേശം 90,000 രൂപയോളം എന്ത് ചെയ്തത് അവൾ അച്ഛന് നേടിക്കൊടുത്തത്. അപ്പം അച്ഛന് സന്തോഷപ്പെട്ടിട്ടില്ലെങ്കിലേ, അച്ഛനെന്തോ ബസ്സിലെ കണ്ടക്ടർ അങ്ങനെയാണെന്ന് പറഞ്ഞു, അച്ഛന് സന്തോഷമായില്ലെങ്കിലേ അല്ലേ, സന്തോഷമായിട്ടില്ലെങ്കിലേ പറയാനുള്ളൂ. അപ്പം ഇത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആട്ടോ. അതായത് വി ആർ ജസ്റ്റ് ഹെൽപ്പിംഗ് അവർ പാരൻസ് ആൻഡ് മേക്കിംഗ് ദം പ്രൗഡ്. ഇനി എനിക്ക് ഉറപ്പാണ് ശ്രീലക്ഷ്മി അടുത്ത വർഷം MBBS നേടിക്കൊണ്ട് അച്ഛനും അമ്മേനെ എന്ത് ചെയ്യും, വീണ്ടും പ്രൗഡാക്കും, സന്തോഷിപ്പിക്കും എന്നുള്ളത്. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തപ്പോൾ പോലും ഒത്തിരി കുട്ടികൾക്ക് സാറേ എനിക്ക് 5 മാർക്ക് ഫിസിക്സ് അത്തവണ ടഫായിരുന്നില്ല, എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കുറേ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും നിങ്ങളുടെ അവസരം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതായത് നമുക്ക് എന്തായാലും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. എഡ്യൂപോർട്ടിന് എന്തുണ്ടാവും, നിങ്ങളുടെ നീറ്റിൻ്റെയും അതേപോലെ തന്നെ കീമിൻ്റെയും റാങ്ക് വെച്ചിട്ട് JEEയുടെ പെർസെൻറ്റേജിലും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവൽ ഓഫ് സ്കോളർഷിപ്പ് ഞങ്ങൾ അനൗൺസ് ചെയ്യും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നീറ്റിന് നിങ്ങൾക്ക് 550 മാർക്കിൻ്റെ മുകളിലാണെങ്കിൽ ചിലപ്പോൾ ആണ് കേട്ടോ, ഞാനത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ആയിരിക്കും. മനസ്സിലായി. അപ്പം ഇനിയും നിങ്ങളെ കഴിഞ്ഞ സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാലും മെയ് 5 വരെ നീറ്റിനും ജൂൺ വരെ കീമിനും നിങ്ങൾക്ക് സമയമുണ്ട്. അതിൽ നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പ് തരാൻ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടി. അതായത് കാശ് ഇല്ല എന്ന കാരണത്താൽ റിപ്പീറ്റ്, ഡോക്ടർ എന്ന സ്വപ്നം, IIT എന്ന സ്വപ്നം എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഈ ഒരൊറ്റ മാസം നിങ്ങൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. 400 മാർക്കിൻ്റെ മുകളിലൊക്കെ നീറ്റിന് സ്കോർ ചെയ്യാനൊന്നും വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം ഒരു ഡെയിലി 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീറ്റിനും കീമിനും നല്ല മാർക്കിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്തും. അടുത്ത വർഷം ഓൾമോസ്റ്റ് ഫീസൊന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇനിയത്തെ 1.5 മാസം നന്നായിട്ട് പഠിക്കുക. പറ്റുവെച്ചാൽ ഏതെങ്കിലും ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. എഡ്യൂപോർട്ട് തന്നെ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജോയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് എഡ്യൂപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സാണ്. സ്റ്റഡി മെറ്റീരിയൽ അടക്കം, ഓഫ്ലൈൻ എക്സാമുകൾ അടക്കം ഒരു മാസം 5,000, ഒരു മാസമല്ല, ആകെ 5,900 രൂപ 5,999 മാത്രമാണുള്ളത്. ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5,999 ഇപ്പോൾ ചോദിക്കാൻ മടി കാരണമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അല്ലെ ഉപ്പ, റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ഫീസൊന്നും വേണ്ടെന്ന് പറയുന്നത് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒന്നും കൂടെ ഞാൻ പറയാണ്, ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ പഠിക്കാൻ തയ്യാറാവണം. ആൻഡ് അത് വെച്ചിട്ട് ഞാനൊരു സെഷൻ, ഒരു ലൈവ് ഇന്ന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീറ്റിൻ്റെ ക്രാഷിന് ഇനി അങ്ങോട്ട് എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം അതിൽ എൻ്റെ ലിങ്കും ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഒരിക്കൽ കൂടെ പറയാണ്,
മേക്ക് യുവർ പാരൻസ് പ്രൗഡ്. അവരെ ഭാരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി ഒരു മാസത്തെ കഷ്ടപ്പാട് വഴി നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു പക്ഷേ ഉണ്ടാവും, ഞാൻ റിപ്പീറ്റ് ഒന്നും പോകുന്നില്ലടി, എൻ്റെ ഒരു വീട്ടിൽ പൈസ ഉണ്ടാവില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് എന്ത് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യണം, സ്വപ്നങ്ങൾ ഒരിക്കലും പൈസ ഇല്ലാത്തത് കാരണം നമ്മൾ മാറ്റി വെക്കേണ്ടതല്ല. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെടാൻ റെഡിയാവാം. ഒരു മാസം മതി, ചിലപ്പോൾ നിങ്ങളെ ഡെസ്റ്റിനി തന്നെ മാറ്റിമറിക്കും. സോ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതേപോലെ തന്നെ ഇന്നത്തെ ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ കൊടുക്കുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ചെയ്യാം. ശരി.